Hi guys, welcome to VY once again. So, ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഒരു പൊളിറ്റിക്കൽ കമൻസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ പ്രവാസ മേഖലയിൽ 75 വർഷത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു പ്രകൃതിക്ഷോഭം, വലിയൊരു വെള്ളപ്പൊക്കമാണ് പ്രവാസികൾ നേരിട്ടത്. അത് ലൈവായിട്ട് കണ്ടിട്ട് പോലും നമ്മുടെ പ്രവാസി മേഖലയിലുള്ള നമ്മുടെ സഹപ്രവർത്തകരെ ഒന്നും ആശ്വസിപ്പിക്കാൻ പോലും പറ്റാത്ത ഏകദേശം 20 മീഡിയ ചാനലുണ്ട് കേരളത്തിൽ. കേരളത്തിന് എന്താവശ്യത്തിന് മുന്നിട്ടിറങ്ങുന്ന പ്രവാസികൾക്ക് വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ അവരുടെ കുടുംബമായിട്ട് ബന്ധപ്പെടാനോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് നമ്പർ ഓപ്പൺ ചെയ്ത് ഇന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, നിങ്ങളുടെ കുടുംബക്കാർ സന്തോഷമായിട്ടുണ്ടെന്ന് നിങ്ങളെ ഞങ്ങൾ അറിയിക്കുന്നു, ഇങ്ങനെ പറയാൻ പോലും ഒരു മാന്യത കാണിക്കാത്ത 20 ചാനലുണ്ട് മലയാളത്തിൽ നിന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. ഇന്നത്തെ സബ്ജക്റ്റ് അതല്ല, പക്ഷെ എന്നാലും ആ പ്രവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ മലയാളി സുഹൃത്തുക്കളുടെ വിഷമത്തിൽ പങ്കുചേർന്നുകൊണ്ട് 2024 ഇലക്ഷനെ കുറിച്ച് ചെറിയൊരു കമൻറ്റ്. സോ ഹായ് ഗായ്സ്, നമസ്തേ വൺസ് അഗെയിൻ. സോ നമ്മൾ ആദ്യം പറഞ്ഞു വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവാസ മേഖലയിൽ ഏകദേശം 75 വർഷത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു വെള്ളപ്പൊക്കത്തിൽ കഷ്ടപ്പെടുന്ന പ്രവാസ മേഖലയിലുള്ളവരെ ഒന്ന് സ്വാന്തനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ ചെലവഴിക്കാത്ത നമ്മുടെ മീഡിയക്കാരെ കുറിച്ച് ഒരു ചെറിയൊരു പരിഭവം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവരെ പ്രൈം ടൈമാണ്, അവർക്ക് വേണമെങ്കിൽ ഒരു അരമണിക്കൂർ ടൈം സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ ഭർത്താക്കന്മാർ, നിങ്ങളുടെ മക്കൾ ഇവിടെ കംഫർട്ടബിൾ ആയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യായിരുന്നു. അവരത് ചെയ്തില്ല. ഞാൻ അടുത്ത് പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ്. ഇലക്ഷൻ അടുത്തിരിക്കുകയാണ്. ഇടതും വലതും ലീഗും BJPയും എല്ലാവരും വരും മോഹന വാഗ്ദാനങ്ങളായിട്ട് പ്രവാസികളെ. അപ്പോൾ അവരുടെ അടുത്തൊക്കെ ഒരു പരിഭവത്തോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. കഴിഞ്ഞ 5-6 ദിവസം നമ്മളൊക്കെ 5 വർഷം 10 വർഷം കൂടെ സമ്പാദിച്ചത് മഴവെള്ളത്തിൽ ഒലിച്ചു പോയപ്പം ഒരു ആശ്വാസ വാക്ക് കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ വായിൽ നിന്ന് വന്നതായിട്ട് എൻ്റെ ശ്രദ്ധയപ്പെട്ടിട്ടില്ല. പിന്നെ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ച് അത് തിരുത്തും കേട്ടോ. ഇനി വോട്ടിങ്ങിനെ കുറിച്ച് പറയാം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. മതേതര രാഷ്ട്രമായിട്ടുള്ള ഇന്ത്യ, ജനാധിപത്യ രാഷ്ട്രമായിട്ടുള്ള ഇന്ത്യ അതുപോലെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏകദേശം 145 കോടി ജനങ്ങളുള്ള രാജ്യത്ത് 543 തോന്നുന്നു ലോക്സഭാ മണ്ഡലത്തിലേക്ക് ഇലക്ഷൻ നടക്കുകയാണ്. അതിനകത്തൊരു 109 മണ്ഡലങ്ങളിലേക്കുള്ള ഇലക്ഷൻ കഴിഞ്ഞു. 2 വിഭാഗങ്ങളായിട്ടാണ് മത്സരിക്കുന്നത്. ഒന്ന് NDA, രണ്ടാമത്തത് ഇന്ത്യ മുന്നണി എന്നുള്ള ചെറിയ കക്ഷികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കോൺഗ്രസ് എന്നുള്ളൊരു പ്രസ്ഥാനവും മറ്റ് ഒത്തിരി പ്രസ്ഥാനങ്ങൾ ചേർന്നിട്ട് കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിനൊരു മാറ്റം വരുത്തുക എന്നുള്ള രീതിയിലുള്ള ഒരു ഇലക്ഷൻ ക്യാമ്പയിനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ക്യാമ്പയിനൊന്നും പറയാൻ പറ്റത്തില്ല. ഇലക്ഷൻ സമയത്ത് തന്നെ ഇന്ത്യൻ്റെ പല ഭാഗങ്ങളിലും സഞ്ചരിച്ചിട്ടുള്ള വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു, നമ്മളല്ല പേഴ്സണലി ഇതിനകത്തൊരു കമൻസിൽ കേട്ടോ, ഒത്തിരി പേര് ആഗ്രഹിക്കുന്നുണ്ട് ഭരണമാറ്റം വേണം. കാരണം ഒരു പാർട്ടി തന്നെ നിരന്തരമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുമ്പം രാജ്യത്തിനുണ്ടാവുന്ന പുരോഗതിയിൽ ചിലപ്പം മാറ്റങ്ങൾ വന്നേക്കാം. അല്ലെങ്കിൽ ഇതേ ഭരണം തുടർന്നു കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവരും ഒത്തിരി പേരുണ്ട്. പക്ഷേ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചൊരു വ്യക്തി എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏകദേശം 400 ബാർ എന്നുള്ളൊരു മാൻഡേറ്റ് ഒന്നും കിട്ടുമില്ലെങ്കിൽ പോലും ഒരു 350 സീറ്റ് അല്ലെ 375 സീറ്റോളം നേടിയിട്ട് NDA എന്നുള്ള നിലവിലത്തെ ഭരണ സംവിധാനം തന്നെ തുടർന്ന് വരുന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പാണ്. പക്ഷെ അപ്പോഴും നമുക്കൊരു പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്രാവശ്യം ഒരു നല്ല രീതിയിലുള്ളൊരു പ്രതിപക്ഷ നിര, സംസാരിക്കുന്ന ഒരു പ്രതിപക്ഷ നിര വരണം എന്നുള്ള ആഗ്രഹത്തിലാണ് കേരളം പോലുള്ള സംസ്ഥാനങ്ങളൊക്കെ ഇലക്ഷൻ നേരിടാൻ പോകുന്നത്. കേരളത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ അത്രയും പ്രസക്തമല്ലാത്തൊരു BJPക്ക് അനാവശ്യമായിട്ടുള്ളൊരു പ്രസക്തി നൽകുന്ന രീതിയിലാണ് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും, അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരിക്കലെങ്കിലും രാജ്യം ഭരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന രാഹുൽ ഗാന്ധിയൊക്കെ അനാവശ്യമായിട്ടുള്ളൊരു സംസാരങ്ങൾക്ക് ഇടപെടുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. കേരള ജനത എപ്പോഴോ വിലയിരുത്തിയതാണ് 20 ലോക്സഭാ മണ്ഡലത്തിൽ ഒരു 12 സീറ്റെങ്കിലും മിനിമം UDFനും ഒരു 8 സീറ്റ് LDFനും രണ്ടുപേരും തുല്യ ശക്തികളായിട്ട് ലോക്സഭയിൽ ഉണ്ടായിക്കോട്ടെ, രണ്ടുപേരും ഒരേ ബ്ലോക്കിലാണ് ഇരിക്കാൻ പോകുന്നത്, ഒരു 12-8 എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോട്ടെ എന്നുള്ള രീതിയിലാണ് കേരളത്തിൻ്റെ ഒരു ജനതയുടെ ഒരു മാനസിക നില.
പക്ഷെ അതിനെയൊക്കെ തുരങ്കം വെക്കുന്ന രീതിയിൽ BJPക്കും കൂടെ ഒരു അവസരം നൽകുന്ന രീതിയിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ കടുംപിടുത്താണോ, അല്ലെങ്കിൽ നമ്മുടെ CMൻ്റെ കടുംപിടുത്താണോ എന്നറിയത്തില്ല, അനാവശ്യമായിട്ടുള്ള വാക്പോരുകളാണ്. അതൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു പ്രതിപക്ഷ ഐക്യത്തോടു കൂടിയിട്ട് ഇന്ത്യ മുന്നണിയിൽ രണ്ട് കക്ഷികളും ഒന്നിച്ചുണ്ടാവണമെന്ന ആഗ്രഹത്തോടു കൂടിയിട്ട് ഭരണം എന്തായാലും മോദി സർക്കാരിൻ്റെയാണ്. അവർ 3ാം ടേമും കൂടെ ഭരിക്കും. അപ്പോഴും കേരളത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരു പ്രതിപക്ഷം ഒരു കാരണവശാലും 20 സീറ്റും കോൺഗ്രസിന് കൊടുക്കണമെന്നും നമ്മൾ വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഒരു കാരണവശാലും 20 സീറ്റും കമ്മ്യൂണിസ്റ്റുകാർ നേടണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഒരു 10-12 സീറ്റ് UDFനും 8 സീറ്റ് കമ്മ്യൂണിസ്റ്റിനും, അല്ലെങ്കിൽ ഒരു 8 സീറ്റ് കോൺഗ്രസിനും 12 സീറ്റ് LDFനും കിട്ടുന്ന രീതിയിലായിരിക്കും ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ പോൾ എന്നുള്ളത് തീർച്ചയായിട്ടും ഉറപ്പാണ്. പക്ഷെ അതിനിടയിൽ വന്നിരിക്കുന്ന അനാവശ്യമായിട്ടുള്ള രാഹുൽ ഗാന്ധി പിണറായി വാക്പോരിൻ്റെ ഗുണഭോക്താക്കളായിട്ട് ചിലപ്പോൾ BJP 1-2 സീറ്റുകൾ നേടിയേക്കാം. ഇതാണ് ഇപ്പോഴത്തെ നിലവിലത്തെ സാഹചര്യം. എന്നിരുന്നാലും മതേതര ഇന്ത്യയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പ്രവാസ മേഖലയിലുള്ളവരും ഇന്ത്യൻ്റെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരും എല്ലാവരും വന്ന് വോട്ട് ചെയ്ത് ഒരു 2 കക്ഷിയെയും LDFനെയും UDFനെയും നല്ല രീതിയിൽ BJPയും നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രോത്സാഹിപ്പിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നാടിന് ഗുണം ചെയ്യുന്ന അവരെ വിജയിപ്പിക്കുക. ഇത്രയേ നമുക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പല്ല എന്നുള്ള 2 കക്ഷികളും ഓർക്കുന്നത് നല്ലതായിരിക്കുന്നതാണ് ഈ ഒരു അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് ലോക്സഭയിലേക്കുള്ള ഇലക്ഷനാണ്. ഇന്ത്യ ആര് ഭരിക്കണം എന്നുള്ളതാണ്. ആര് ഭരിക്കണം എന്നുള്ളതിൽ ഇപ്പം തീരുമാനമായിട്ടുണ്ട്. അതിപ്പം നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. 3ാം പ്രാവശ്യവും മോദി സർക്കാർ തന്നെ വരും. പക്ഷേ നല്ലൊരു പ്രതിപക്ഷ നിരയെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണമായിരുന്നു. പ്രതിപക്ഷ നിര എന്നും ആവശ്യമാണ്. അതേ സ്ഥാനത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം LDF UDF 19 സീറ്റോളം നേടിയതാണ്. പ്രാവശ്യം ആ സീറ്റ് നിലനിർത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ നിലവിലെ പ്രതിപക്ഷ നേതാവിനും അതിൻ്റെ പാർട്ടി പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമായിരിക്കും. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മിനിമം 8 സീറ്റെങ്കിലും കേരളത്തിൽ ലഭിക്കണം. അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിൻ്റെ ഐഡിയോളജി, പ്രസ്ഥാനത്തിൻ്റെ ആശയത്തിനും അതിൻ്റെ ചിഹ്നത്തിനും ഇപ്പോൾ ഭരണ നേതൃത്വം കൊടുക്കുന്ന നേതാക്കൾക്കെതിരെ രൂക്ഷമായിട്ടുള്ള ആ പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നുള്ള രീതിയിലുള്ളതാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി ഏകദേശം 5-6 പ്രാവശ്യം കേരളം സന്ദർശിച്ചു. കേരളത്തിൽ നല്ല രീതിയിൽ ക്യാമ്പയിൻ ചെയ്യുന്നു. 3 കക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇലക്ഷനാണ്. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിനാണ്. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റിനാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പ്രാവശ്യത്തെ 50 സീറ്റെങ്കിലും അത് 60-75 ആക്കി പ്രതിപക്ഷ നേതാവ് എന്നുള്ള ഒരു ഒഫീഷ്യൽ ഒരു ലേബിളിലേക്ക് എത്തുക എന്നുള്ളത് ഒരു കാര്യമാണ്. കമ്മ്യൂണിസ്റ്റ് സംബന്ധിച്ചിടത്തോളം ദേശീയ പാർട്ടി എന്നുള്ള ആ ഒരു ലേബിൾ നഷ്ടപ്പെടാതിരിക്കുക. പിന്നെ കോൺഗ്രസിൻ്റെ കഴിഞ്ഞ 20 വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പെർഫോമൻസ് നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ അവരും കേരള രാഷ്ട്രീയത്തിൽ വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ കഠിനമായിട്ടുള്ള പ്രവർത്തനം കൊണ്ട് മാത്രമാണ് അവരിപ്പോഴും പിടിച്ചിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ 20 വർഷത്തെ ഇലക്ഷൻ റിസൾട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 30-35 സീറ്റിൽ കൂടുതൽ 35 സീറ്റ് തന്നെ കിട്ടിയോ എന്നുള്ളൊരു സംശയമാണ്. ഇപ്പം നിലവിൽ 21 സീറ്റാണ് കോൺഗ്രസിനുള്ളത്. അപ്പോൾ വാശിയേറിയ മത്സരങ്ങളുടെ രാഷ്ട്രീയ ദിവസങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും എൻ്റെ ഒരു നിഗമനത്തിൽ ഒരു 12 സീറ്റ് UDF, 8 സീറ്റ് LDF, അല്ലെങ്കിൽ ഒരു 10 സീറ്റ് LDF, 8 സീറ്റ് UDF, 2 സീറ്റ് BJP.